ഹായ് ഫ്രണ്ട്സ്, ആക്ട്രസ് വണ്ടിയുടെ ആൾട്ടർനേറ്റർ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിന് ആവശ്യമായ ടൂൾസ് എല്ലാം എടുത്തു വെച്ചു. 13ന്റെ ബോക്സും സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ഉപയോഗിച്ച് ആൾട്ടർനേറ്ററിന്റെ മുകളിലെ കവർ ഊരി മാറ്റി. അതിനുശേഷം റെഗുലേറ്റർ അഥവാ കട്ടൗട്ടർ ഊരി നോക്കി. കട്ടൗട്ടറിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ബെയറിംഗ് പോയതാണ് കംപ്ലൈന്റ്. ഡയോഡ് സെറ്റിന്റെ ഒരു കമ്പിയുടെ സോൾഡറിംഗ് വിട്ടിട്ടുണ്ട്. നാല് 8ന്റെ ബോൾട്ടാണ് വരുന്നത്. അതും അഴിച്ചുമാറ്റി. എന്നിട്ട് ആൾട്ടർനേറ്റർ 2 പീസാക്കി മാറ്റിവെച്ചു. ഇനി നമുക്ക് ഇതിന്റെ ബെയറിംഗ് മാറ്റണം. അതിന് റോട്ടർ ഒരു വയസിൽ പിടിച്ച് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം 24ന്റെ ബോക്സ് ഉപയോഗിച്ച് നെട്ട് ഊരുക. അതിനുശേഷം പുള്ളി ഊരി മാറ്റുക. അപ്പോൾ 4 സ്റ്റാർ സ്ക്രൂ കാണാം. ഇത് ലൂസ് ചെയ്യുക. ലൂസ് ആവുന്നില്ല എങ്കിൽ സ്ക്രൂവിന് മുകളിൽ ഒരു വാൾവ് വെച്ച് ചുറ്റിക കൊണ്ട് 4 അടി അടിക്കുക. ഇതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എളുപ്പത്തിൽ സ്ക്രൂ ഊരാവുന്നതാണ്. സ്ക്രൂകളെല്ലാം ഊരി മാറ്റി. അതിനുശേഷം ഒരു പുള്ളർ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ബെയറിംഗ് ഊരാവുന്നതാണ്. റോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ബാറ്ററിയുടെ സഹായത്തോടെ അറിയാൻ പറ്റും. റോട്ടറിന് കുഴപ്പമൊന്നുമില്ല. ലൂസായിട്ടുള്ള കോയിലിന്റെ വയർ നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയ ബെയറിംഗ് മാറ്റണം. അത് ഒരു വാൾവും ചുറ്റികയും ഉപയോഗിച്ച് അടിച്ച് ഊരാവുന്നതാണ്. അതുകൂടാതെ വലിയ ബെയറിംഗും നമ്മൾ ഊരിയെടുത്തു. ആൾട്ടർനേറ്ററിന് 2 ബെയറിംഗ് ആണ് വരുന്നത്. പുതിയ ബെയറിംഗിൽ ഗ്രീസ് നിറച്ചു. ബെയറിംഗ് ഫിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ബെയറിംഗ് ഇരിക്കുന്നത്. ഇതും നമ്മൾ ഊരി മാറ്റി പുതിയത് ഫിറ്റ് ചെയ്തു. ബെയറിംഗും ഈ പ്ലാസ്റ്റിക്കും ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിനുശേഷം നമ്മൾ ആദ്യം ഊരിയെടുത്ത കവറിൽ റോട്ടർ ഫിറ്റ് ചെയ്തു. പുള്ളിയും ഫിറ്റ് ചെയ്തു. ഇനി വീണ്ടും ഇത് വയസിൽ വെച്ച് ടൈറ്റ് ചെയ്യണം. വയസിൽ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ടൈറ്റ് ആവുന്നില്ല. ഈ കാണുന്നതാണ് ഇതിന്റെ ഡയോഡ് സെറ്റ്. ഡയോഡ് സെറ്റും കോയിലും ഒരുമിച്ചാണ് വരുന്നത്. കോയിൽ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇത് സോൾഡറിങ് പിടിച്ചതിന് ശേഷം മാത്രമാണ് ഡയോഡ് സെറ്റ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡയോഡ് സെറ്റ് കുഴപ്പമൊന്നുമില്ല, ഇത് ബെയറിംഗ് പോയതാണ്. ഡയോഡ് സെറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മൾട്ടിമീറ്ററോ ബാറ്ററിയോ ഒരു ടെസ്റ്ററിൻ്റെ സഹായത്തോടെ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡയോഡ് സെറ്റിന് കുഴപ്പമില്ലാത്ത കാരണം ഇത് ഊരിയിട്ടില്ല. ഊരിയതിന് ശേഷം മാത്രമാണ് അത് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതാണ്. ടൂൾസും സാധനങ്ങളും എല്ലാം ട്രേയിലാക്കി ഒതുക്കി വെച്ചു. റോട്ടറിൻ്റെ ത്രെഡ് പോയ കാരണം പുള്ളിയുടെ ഭാഗം നെറ്റ് ടൈറ്റ് ആവുന്നില്ല. വീണ്ടും എല്ലാം ഊരിയെടുത്തു. റോട്ടറിൻ്റെ ത്രെഡ് പോയത് കാണാം. ഇനി ഇത് നെയ്ത്തിൽ കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരണം. റോട്ടർ നെയ്ത്തിൽ കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നു. ഇനി വീണ്ടും കവറെല്ലാം ഫിറ്റ് ചെയ്തു. വീണ്ടും പുള്ളി പിടിപ്പിച്ചു. ഈ സമയം ഹഫീസ് അവിടത്തേക്ക് വന്നു. അവനെയും ചിത്രീകരിക്കാൻ പറഞ്ഞു. വീണ്ടും വൈസിൽ പിടിച്ച് പുള്ളി ടൈറ്റ് ചെയ്തു. ഇപ്രാവശ്യം ടൈറ്റായി. എന്നിട്ട് അത് കൂട്ടി മുറുക്കി. ഒരു കാര്യം പറയാൻ മറന്നു, ഇത് 2 പീസാക്കുന്ന സമയത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഊരാൻ. 8ന്റെ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തു. പുള്ളി ഒന്ന് തിരിച്ചു നോക്കി, സൗണ്ടൊന്നുമില്ല. പഴയ റെഗുലേറ്ററിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഊരിയ സ്ഥിതിക്ക് ഇനി പുതിയ റെഗുലേറ്റർ ഇട്ട് മാത്രമാണ് ഫിറ്റ് ചെയ്യാറ്. പുതിയ കട്ടൗട്ടർ ഫിറ്റ് ചെയ്തു. അങ്ങനെ ആൾട്ടർനേറ്ററിൻ്റെ പണി കഴിഞ്ഞു. ഇനി കവർ കൂടി ഫിറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.